ഓക്കെ. അപ്പം പിന്നെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിട്ടോ സാധനം. ഞാനത് കടകളിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആ രീതിയിൽ പൈസ ഒക്കെ കൊടുത്ത് ചെയ്തതൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു വ്യക്തി എടുത്തിട്ട് സോ ഇൻട്രസ്റ്റിംഗ്. കാരണം ഈ മാർക്കറ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കേസിൽ അത് ഇങ്ങനെ സാധനം ഉള്ളത് അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞത്. കുട്ടികള് ഇന്റർവെൽ സമയം നമുക്ക് 2 സമയമാണ് ആക്ച്വലി ഇതിന് കിട്ടുക. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നിൽക്കൂല. ഇതിന്റെ 2 സമയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 11-11:30 ഒക്കെ ആകുമ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മയല്ല, ഒരു ഇന്റർവെൽ ഉണ്ടാവും. ആ ഇന്റർവെൽ സമയം ഒരു 10 മിനിറ്റ് ആണ് നമുക്ക് കിട്ടുക. ആ 10 മിനിറ്റ് കുട്ടികൾ കളിക്കാനും ഇതിനും പിന്നെ മിഠായി വാങ്ങാനൊക്കെ പുറത്തിറങ്ങുകയും ചെയ്യും. ആ സമയത്ത് സ്കൂളിന്റെ ഒരു മതിലിൽ വെച്ചിട്ടാണ് അത് ചെയ്യുക. ഞാൻ മാത്രമല്ല, പുറത്തുനിന്നുള്ളവരൊക്കെ മിഠായി വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഞാനത് ചെയ്യും. അപ്പോൾ എനിക്ക് അന്നേ എന്തെങ്കിലും സംതിങ് ഏൺ ചെയ്യുക, സെല്ല് ചെയ്യുക, ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആ സമയത്തേ ഉണ്ട്. വെക്കേഷൻ വരുന്ന സമയത്തും ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോ ആ ഒരു തോട്ടിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തകളായി. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇനി സെൽഫായിട്ട് ഇൻഡിപെൻഡന്റ് ആവണം. വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈവൻ ലേണിംഗ് ആണെങ്കിൽ പോലും അവരെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകണ്ട എന്നുള്ള തോട്ട് വന്നപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് ജോലി അന്വേഷിച്ചു. അങ്ങനെ എൻ്റെ കരിയറിന്റെ ഫസ്റ്റ് തുടക്കം എന്ന് പറഞ്ഞ് ഞാൻ ടെലകോമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡിയയിലായിരുന്നു. അന്ന് ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. നമ്മൾ മുമ്പൊക്കെ റീചാർജ് ചെയ്തിരുന്ന കൂപ്പണാണ് ഈ പറയുന്ന പോലെ സ്ക്രാച്ച് ചെയ്തിട്ട് നമ്പർ അടിച്ചിട്ട്. അപ്പൊ അന്ന് അതുപോലെ തന്നെ കടക്കാർ ഈസി റീചാർജ് ചെയ്യുക. അപ്പൊ ഈ കടക്കാർക്കുള്ള ഈസി സിമ്മിലേക്ക് നമ്മളാണ് എന്ത് ചെയ്യുക, ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ മാസ്റ്റർ സിം നമ്മളെ കയ്യിലുണ്ടാവും. അപ്പൊ ഇത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കോരോ ഞാൻ ഇതിന്റെ ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു. അതിന്റെ റൂട്ട് മാപ്പ് നമുക്ക് ഉണ്ടാവും. ആ ഏരിയയിൽ അവർക്ക് കൂപ്പൺ സപ്ലൈ ചെയ്യാം. അവർക്ക് അത് റീറ്റെയിലേഴ്സിന് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. റീറ്റെയിലേഴ്സിന് കൂപ്പൺ സപ്ലൈ ചെയ്യും. അവർക്ക് ഐ തിങ്ക് 4% ആണ് അവരുടെ അതിന് കിട്ടുന്ന. 100 രൂപയുടെ ഒരു കൂപ്പൺ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 4 രൂപയാണ്. പക്ഷെ വോളിയം ഓഫ് സെയിൽ ചെയ്യുന്ന ഒരുപാട് കടക്കാർ അന്നുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് അന്ന് അവർക്ക് നമ്മള് ആ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് സ്കിൽ അവിടെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യം വരുന്നുണ്ടോ? നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ടെലികോം ഏജൻസി, ഇപ്പോ അന്നത്തെ ഐഡിയ. അപ്പൊ ഐഡിയ എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളൊരു സ്പെഷ്യൽ സ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? കൂടുതലും ഇല്ല. അതിലേക്ക് ഞാൻ വരുന്നത് അന്ന് ഈ റീചാർജ് എന്ന് പറഞ്ഞത് ബൈ പ്രൊഡക്റ്റ് ആണ്. ആക്ച്വലി സെല്ല് ചെയ്യുന്നത് സിമ്മാണ്. ആ സിമ്മ് സെല്ല് ചെയ്യുന്നതിന് കിട്ടുന്ന എന്താണ് ടോപ്പപ്പ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് റീചാർജിങ് ഒക്കെ വരുന്നത്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്നത് സിമ്മ് സെല്ല് ചെയ്യുന്നത്. അതിനാണ് ടാർഗറ്റ്സ്. കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ മറ്റ് കമ്പനികളായിട്ട് കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇന്റേണലി നമ്മളെ സ്റ്റാഫുകൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇൻസെന്റീവ് ഉണ്ടാവും. എനിക്ക് അന്ന് എന്റെ ഫസ്റ്റ് സാലറി എന്ന് പറയുന്നത് 3500 രൂപയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ 20,000-25,000 ഒക്കെ ഇൻസെന്റീവ് അടിക്കും. നമ്മുടെ സാലറി 3500 രൂപയുള്ളൂ. അത് മാത്രമല്ല 50,000-60,000 രൂപയൊക്കെ ഇൻസെന്റീവ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഓരോ റൂട്ടിനനുസരിച്ചാണ്. വലിയ റൂട്ടൊക്കെ കിട്ടുന്ന ആളുകൾക്ക് അത്രയും ഇൻസെന്റീവ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്ന് എനിക്കൊരു ചെറിയ ചേഞ്ച് വരുന്നത്. അന്ന് 2G ആണ്. 2G ഹാൻഡിൽ ചെയ്യുന്ന സമയത്താണ് 3G വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ആളുകളുടെ ഇടയിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, നമ്മളെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, പ്ലസ് ഇന്റേണൽ ടീമിന്റെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ മറികടന്നിട്ട് കൂടുതൽ ഇൻസെന്റീവിലേക്ക് എത്താനും അതേപോലെ തന്നെ കൂടുതൽ ഏൺ ചെയ്യാനും ഒക്കെ, അല്ലെങ്കിൽ ടീമിൽ തന്നെ കൂടുതൽ പെർഫോം ചെയ്യാനൊക്കെ എന്ത് സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്? അത് നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, അത് തന്നെ നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പാണ് ബിസിനസ്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ കടക്കാരായിട്ട് നല്ല റാപ്പ് ബിൽഡ് ചെയ്യും. ആദ്യം പോയിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി പറയൂ. ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് സമയം അവരെ കൂടെ ഇരിക്കും. ചില സമയം നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ഒരു ഐഡിയയുടെ റെപ്രസെന്റേറ്റീവ് ആണ്, ഒരു സെയിൽസ് പേഴ്സൺ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനല്ലേ വരിക? നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് കണക്ഷൻ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയർ എക്സിക്യൂട്ടീവ് നമ്മളെ കൊണ്ടുപോയി
3 ദിവസമൊക്കെ കൊണ്ട് റൂട്ട് പോയി പരിചയപ്പെടുത്തി അവരൊന്ന് ഫെമിലിയർ ആക്കി തരും. പിന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവരായിട്ട് ആപ്പ് ബിൽഡ് ചെയ്യുന്ന കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ ആ സമയത്ത് കസ്റ്റമർ അവിടെ ഉണ്ടാവും. കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. ചിലപ്പോ കൂടുതൽ കസ്റ്റമർ ഉണ്ടെങ്കിൽ നമ്മളും കൗണ്ടറിൽ കയറിയിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോടൊരു ബന്ധം വരും. അങ്ങനെയാണ് ഞാൻ അവരായിട്ട് കൂടുതൽ റാപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരായിട്ട് റാപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു എയർടെൽ കണക്ഷന്, അതുപോലെ തന്നെ ഇന്ന് ഒരു പക്ഷെ കണക്ഷൻസ് കുറവാണ്. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഡൊക്കോമോ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ VA 1 അന്ന് വോഡാഫോൺ വേറെ, അതേപോലെ തന്നെ വെർജിൻ, അതേപോലെ എയർസെല്ല്, അങ്ങനെ കുറെ കോമ്പറ്റീഷൻ മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇവരുടെക്കാളും നമ്മുടെ അതിലേക്ക് ഐഡിയയിലേക്ക് കൂടുതൽ ആളുകൾ വരണം ഉള്ളത് കൊണ്ട് നമ്മൾ അവരായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, കമ്പനി ഒരുപാട് സ്കീമുകൾ ഇവർക്കും വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടാവും. ഈ സ്കീമുകളെ കുറിച്ച് അവർക്ക് കറക്റ്റ് അവയർനെസ് കൊടുക്കും. മിക്ക ആളുകൾക്കും അത് ഒരുപക്ഷെ എല്ലാ കമ്പനിക്കാരും ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ കമ്പനിക്കാരെന്നല്ല, അവർ എക്സിക്യൂട്ടീവ് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതിന് റിസൾട്ട് കിട്ടാത്തത്. അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി കൊടുക്കും. അവർക്ക് ഇതിന് കിട്ടുന്ന ബെനിഫിറ്റ് സൈഡ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ടാർഗറ്റ് ഇത്ര ആയിട്ടുള്ളത്, ഇത്രയും കൂടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മന്ത് എൻഡിലാണ് കൂടുതൽ ഇവർ എഫേർട്ട് എടുക്കുക. അപ്പൊ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക്, ലാസ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇത്രയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്, ഇത്രയും കൂടെ കണക്ഷൻ നിങ്ങൾ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ഇൻസെന്റീവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് അവർ ഇൻസെന്റീവ് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്കും ഇൻസെന്റീവ് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിലായിരുന്നു പോയത്. പക്ഷെ എന്നാൽ തന്നെ ഞാനൊരു 4 മാസം 5 മാസം എങ്ങാണ്ടാണ് അതിൽ പോയത്. അതിനുശേഷം എനിക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പോസ്റ്റ് പെയ്ഡ് സെക്ടറിൽ ഷോറൂമിലേക്ക് അങ്ങനെ വാക്കൻസി വന്ന് ഞാൻ അതിൽ നിന്ന് ഷോറൂമിലേക്ക് മാറി. അവിടെ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. പോസ്റ്റ് പെയ്ഡ് കണക്ഷൻസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് തോന്നിയിട്ടാണ് ഞാൻ അതിലേക്ക് സ്വിച്ച് ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ പ്രീപെയ്ഡിലുള്ള മാനേജർ തന്നെ 1 മാസം ഞാൻ അവിടെ നിന്നപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു 2G നെറ്റ്വർക്ക് ഇന്ന് 3Gയിലേക്ക് എന്ത് ചെയ്യാണ്, സ്വിച്ച് ചെയ്യാണ്. അപ്പോ 3G വന്നിട്ടുണ്ട്, പക്ഷെ കൂടുതൽ ആളുകളുടെ കയ്യിലും 3G സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളില്ല, അല്ലെങ്കിൽ ഫോണില്ല. സ്മാർട്ട് ഫോണിലാണ് എന്ത് ചെയ്യുന്നത് 3G സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് വലിയൊരു റെവല്യൂഷൻ വരുന്നത്. നോക്കിയ ആണ് മാർക്കറ്റിൽ ഫോണുകളുടെ ഒരു 99% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്തിരുന്നത് നോക്കിയായിരുന്നു. ഈ നോക്കിയന്റെ ഒരു പതനം അവിടെയാണ് സംഭവിക്കുന്നത്. 3G എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലാണ്. അന്ന് അതുവരെ ജാവ, സിംബിയൻ ഒക്കെയാണ് OS ഉള്ളത് നോക്കിയ സ്മാർട്ട് ഫോണുകളിൽ. അപ്പോൾ ഈ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നപ്പോൾ നോക്കിയ എന്ത് ചെയ്തില്ല, അത് ആ ഫസ്റ്റ് ടൈം അത് അവരുടെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ നോക്കിയില്ല. പക്ഷെ മറിച്ച് സാംസങ്ങും പുതിയ പുതിയ കമ്പനീസാണ് കൂടുതൽ അതിലേക്ക് വന്നത്. എന്നാൽ തന്നെ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോണുകളുടെ പ്രൈസ് നല്ല ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3G യൂസേഴ്സിന്റെ എണ്ണം കുറവായതുകൊണ്ട് ഐഡിയ എന്ത് ചെയ്തു, ഈ ഒരു മേഖലയിലേക്ക് സ്മാർട്ട് ഫോണുമായിട്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തു. അതിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എൻ്റർ ചെയ്ത സമയത്താണ് നമ്മുടെ മാനേജർ എന്നെ അപ്രോച്ച് ചെയ്തിട്ട് എന്നെ അതിൻ്റെ ഒരു പ്രൊമോട്ടർ ആക്കിയിട്ട് എനിക്കൊരു പ്രൊമോഷൻ തന്നിട്ട് അപ്പൊ അത് എന്നെ സംബന്ധിച്ചത് എൻ്റെ ലൈഫിലെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ ഞാൻ എൻ്റെ ടേണിംഗ് പോയിന്റ് ആയിട്ട് ഞാൻ ഇന്നും കാണുന്നത് ആ ഒരു പൊസിഷനിങ് ആണ്. അന്ന് കിട്ടിയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ആണ് ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും ഒരു മോട്ടിവേഷൻ ആയിട്ട് കാണാറുള്ളത്. കാരണം 2 പ്രാവശ്യം ഞാൻ കേരളത്തിലെ നമ്പർ 1 പ്രൊമോട്ടറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അന്ന് ഇന്ന് നമുക്ക് കാണുന്ന കുറെ സ്ട്രാറ്റജീസ് ഞാൻ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ വരുന്ന സമയത്ത് ഇന്ന് എല്ലാവരും ചെറിയ കുട്ടികളുടെ കയ്യിൽ വരെ 1-2 സ്മാർട്ട് ഫോണൊക്കെ ഉള്ളവരാണ് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും. അപ്പോ കുട്ടികൾ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. എന്നാൽ അന്നത്തെ കാലത്ത് സ്മാർട്ട് ഫോൺ എന്താണെന്ന് അറിയാത്ത ഒരു ജനറേഷനാണ്. അവരുടെ മുമ്പിലേക്കാണ്
ഐഡിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നു. അപ്പൊ അന്ന് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻഡ്രോയിഡ് ആൻഡ് ജാവ. ജാവ ഒരു സിംബിയൻ, അതായത് നോക്കിയന്റെ ഫോണും ഈ ആൻഡ്രോയിഡ് ഫോണും തമ്മിൽ ഡിഫറൻസ് എന്താണ്, ഈ ഡിഫറൻസ് ആണ് അന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. കിയോസ്കി ഒക്കെ ഇട്ടിട്ട് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ഇതില് നോക്കിയന്റെ ഫോണിൽ അറ്റ് എ ടൈം ഒരു കാര്യം മാത്രമാണ് ചെയ്യാൻ പറ്റുക, എന്നാൽ ആൻഡ്രോയിഡിൽ നമുക്ക് അറ്റ് എ ടൈം മൾട്ടിപ്പിൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. അന്ന് ഈ ആൻഡ്രോയിഡിന് ഓരോ വേർഷൻസ് ഉണ്ട്. ഈ വേർഷൻ മേ ബി ഈ ഇന്നത്തെ ജനറേഷൻ അറിയില്ല, ഇത് ഒരു ആൽഫബറ്റ് ഓർഡറിലാണ് ഇതിന്റെ ഓരോ വേർഷൻസിനും പേരിട്ടുള്ളത്. ആ പേരിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ പേരും ഓരോ സ്വീറ്റ്സിന്റെ നെയിം ആയിരുന്നു. ജെല്ലി ഫിഷ്, ജിഞ്ചർ ബേർഡ്, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ആൻഡ്രോയിഡ് വേർഷൻസിന്റെ പേര്. അപ്പൊ ഓരോ വേർഷൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ആകുമ്പോൾ നമ്മള് ഇത് ഭയങ്കര രസമാണ്, ഈ പേരും ഇതിന്റെ ഒരു കണക്ഷനൊക്കെ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, സെൽ ഔട്ട് ചെയ്യാം. പിന്നീട് ഐഡിയ ഒരിക്കലും എന്തല്ല ഒരു സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് വന്നതല്ല. ഐഡിയന്റെ അൾട്ടിമേറ്റ് പർപ്പസ് 3G ആളുകളെ പരിചയപ്പെടുത്തുക, അത് ഫെമിലിയറൈസ് ചെയ്യുക, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അതൊരു പരിധി കഴിഞ്ഞപ്പോൾ പുതിയ പുതിയ മോഡൽസുകളൊക്കെ വന്നു. അത് ടെലകോമിലുള്ള അൽക്കാട്ടലിനൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നു അന്ന് ഫോണുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ ബജാജ് എന്തുണ്ട്, നമുക്കിപ്പോ ഫുൾ പേയ്മെന്റ് അടക്കാനില്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ബജാജിലേക്ക്. പക്ഷെ ഇത് വരുന്നതിന് മുമ്പാണ് ഞാൻ ചെയ്തിരുന്ന സിസ്റ്റമാണ്, ഞാൻ ഒരു കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾമെന്റ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് റിലേഷൻഷിപ്പ് വഴി വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, അവരുടെ ഐഡിയ ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഡൗൺ പേയ്മെന്റ് വാങ്ങും. അതായത് നമുക്ക് നല്ല മാർജിൻ, അതായത് MRPയും MOPയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. നമുക്ക് റെഡി ക്യാഷിന് ആകുമ്പോൾ ചിലപ്പോൾ മേ ബി നമ്മൾ MOPക്കാണ് കൊടുക്കുക, ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോൾ നമ്മൾ MRPക്കാണ് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്മാർട്ട് ഫോൺ വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ട്രാറ്റജി ഒക്കെ അന്നേ ഇതുണ്ട്. പിന്നെ ടെലകോം എന്ത് ചെയ്തു, ഐഡിയ എന്ത് ചെയ്തു, ഈ ഒരു സ്മാർട്ട് ഫോൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം വിലക്കുറവിലേക്ക് എത്തിക്കാം. 5500 രൂപക്കൊക്കെ സ്മാർട്ട് ഫോണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഐഡിയ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പതുക്കെ സാംസങ്ങും അതേ പ്രൈസ് റേഞ്ചിലേക്ക് വന്നു. അങ്ങനെ മറ്റു പല ബ്രാൻഡുകളും ആ പ്രൈസിലേക്ക് വന്നു, ആളുകളുടെ കയ്യിലേക്ക്. ഐഡിയയുടെ ഫോൺ, ഐഡിയയുടെ സ്മാർട്ട് ഫോൺ ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ഐഡിയ നല്ല പേര് തന്നെ, ഐഡിയ ആണ് അതിന്റെ അകത്ത് കാണിക്കുക. പക്ഷെ മാനുഫാക്ചർ ബൈ അൽക്കാട്ടില്, അതേപോലെ തന്നെ സീല്, ഇതൊക്കെയായിരുന്നു മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓൺ സർവീസ് സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രത്തോളം സക്സസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് വൈസിൽ സക്സസ് അല്ല, ആ മോഡൽ സക്സസ് അല്ലെങ്കിലും ആളുകളിലേക്ക് എന്ത് ചെയ്തു, ഞാൻ മനസ്സിലാക്കത്തോളം മറ്റു ബ്രാൻഡുകൾ പ്രൈസ് കുറക്കുക എന്നുള്ള പർപ്പസിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു പല ബ്രാൻഡുകളിലും പ്രൈസ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾ അവൈലബിൾ ആയിട്ട് വന്നു. ആ സമയം എത്തിയപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്രൊമോട്ടറായിട്ട് തുടങ്ങി. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ഡിസ്ട്രിബ്യൂഷൻ എടുത്തൊരു ബിസിനസ് ഒക്കെ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വരുന്ന സമയത്താണ് ഐഡിയ ഒരു സുപ്രഭാതത്തിൽ നമ്മളിനി സ്മാർട്ട് ഫോൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ വീണ്ടും ഞാൻ പോസ്റ്റ് പെയ്ഡ് സെക്ടർക്ക് എത്തി. പോസ്റ്റ് പെയ്ഡിൽ പക്ഷെ ഇൻഡിവിജ്വൽ കണക്ഷൻസ് അല്ല, കോർപ്പറേറ്റ്സിനുള്ള CUG കണക്ഷൻസ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബാക്ക് ഓഫീസ് ആയിരുന്നു. പിന്നെ കൊണ്ടോട്ടിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായി വന്നപ്പോൾ കാലിക്കറ്റ് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്താണ് നമുക്ക്, ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം ആയിരിക്കാം മേ ബി നമ്മുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നത്. ഇങ്ങനെ എൻ്റെ ബിസിനസ് സ്റ്റേബിളായി പോകുന്ന സമയത്താണ് ജിയോ വരുന്നത് മാർക്കറ്റിൽ. അതായത് 3G കഴിഞ്ഞ് 4G, ഐ തിങ്ക് 4G ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ജിയോ വരുന്നത്. 4G മറ്റു നെറ്റ്വർക്കിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്താണ് ജിയോ ലോഞ്ച് ചെയ്തു. അതുവരെ അന്ന് 1 GB ഡാറ്റക്ക് 249 രൂപയാണ് ആവറേജ് എല്ലാ നെറ്റ്വർക്കിലുള്ള ഒരു റീചാർജ് എന്ന് പറഞ്ഞത്. പക്ഷെ അന്ന് 1 GB ഡാറ്റ
അത്ര ഡാറ്റ കൺസംഷൻ ഉള്ളൂ. കേരളത്തിലെ ആളുകളുടെ ഒരു ഡാറ്റ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ തന്നെ ഡാറ്റ യൂസ് ചെയ്തിരുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് കോട്ടക്കലാണ്. മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റ യൂസേജ് നടന്നിരുന്നത്. എന്നാൽ തന്നെ ആവറേജ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരാളുടെ ഡാറ്റ കൺസംഷൻ എന്ന് പറഞ്ഞാൽ 1 GB ഡാറ്റ എടുത്ത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം അത് വെച്ചിട്ട് ചിലപ്പോൾ അതന്നെ തീരൂല, അത്രേ സ്പീഡും ഉള്ളൂ. നമ്മളൊരു യൂട്യൂബിലൊക്കെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ബഫർ ചെയ്ത് പതുക്കെ വരുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു റെവല്യൂഷൻ, ഇതിന്റെ ഒരു വലിയൊരു ചേഞ്ചിലേക്ക് സപ്പോർട്ടായിട്ടാണ് ആക്ച്വലി ജിയോ വരുന്നത്. ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് 4G ഡാറ്റ ഡെയിലി 2 GB വെച്ചിട്ട് ഉപയോഗിക്കാം. ഇവിടെ നമ്മുടെ ബിസിനസ് സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ബിസിനസ് സഡൻ ആയിട്ട് എന്ത് ചെയ്തു, സ്റ്റോപ്പായി, കുത്തനെ ഇടിഞ്ഞു. കാരണം നമ്മള് പോസ്റ്റ് പെയ്ഡ് കണക്ഷനും പല ഓഫേഴ്സൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് പെയ്ഡ് ആണ് വിറ്റുകൊണ്ടിരുന്നത്. ഈ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഇത് 1 GB ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ 249 കൊടുക്കുന്നിടത്ത് ഫ്രീ ആയിട്ട് ഡെയിലി 2 GB ഡാറ്റ ആയിട്ടാണ് ജിയോ വന്നത്. അപ്പൊ അതൊരു ഡിസ്റപ്ഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞാല്. ജിയോ ചെയ്ത കമ്പനികൾ ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ. ഐഡിയക്ക് നിലനിൽപ്പില്ല, വോഡാഫോൺ നിലനിൽപ്പിൽ അവര് എന്ത് ചെയ്തു, മെർജായി. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കമ്പനീസ് ഒക്കെ എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. കാരണം നിൽക്കാനുള്ള ഒരു ഓപ്ഷനും വേറെ കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐഡിയയും വോഡാഫോണും മെർജ് ആയെങ്കിലും മാർക്കറ്റിൽ ഒരു എക്സിസ്റ്റൻസ് കാണാത്തോണ്ട് നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്തു. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ച്, ഞാൻ അതുവരെ ചെയ്തത് എന്താണെന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോ ബിസിനസ് ഒക്കെ ആണെങ്കിലും ബിസിനസിന്റെ എന്റെ റോള് കിടക്കുന്നത് മാർക്കറ്റിംഗിന്റെ അകത്താണ്. ഞാൻ അവിടെ അത്രയും കാലം ചെയ്തത് മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻ, ഈ ഡാറ്റ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും, അതിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു വേൾഡ്, ഒരു ലോകം, അത് അന്ന് ഇന്ന് കാണുന്ന ലെവലിലൊന്നും നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്ക് എൻ്റർ ചെയ്തു. അന്ന് വാട്സപ്പ് മാർക്കറ്റിംഗ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അത് മാത്രമേ ചെയ്യാറുള്ളായിരുന്നു. ഗ്രൂപ്പും കാര്യങ്ങളും 2016-17 കാലഘട്ടത്തിലാണ്. പിന്നീട് എന്ത് ചെയ്തു, പിന്നെയാണ് വാട്സപ്പ് മാർക്കറ്റ്. ഞാനും വാട്സപ്പ് മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന ഞാൻ പറയാറുള്ളത് ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററാന്നുള്ള രീതിയിൽ. പക്ഷെ വർക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നീട് അന്ന് നമുക്ക് ഒരു 256 ഗ്രൂപ്പിലേക്കൊക്കെ അറ്റ് എ ടൈം നമുക്ക് ഫോർവേഡ് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. 5 നമ്പറിലേക്കോ അല്ലെങ്കിൽ 5 ഗ്രൂപ്പിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ നമുക്ക് ഇതൊരു പ്രാക്ടിക്കൽ വേല അല്ലാത്തൊരു അവസ്ഥയ്ക്ക് വന്നു. അപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള മനസ്സിലാക്കി. മെറ്റ അതേപോലെ ഗൂഗിൾ ഇതിനെ കുറിച്ചൊക്കെ പ്രൊഫഷണൽ ആയിട്ട് പോയി പഠിച്ചിട്ട് പിന്നെ ഇത് ഞാനൊരു ഫ്രീലാൻസർ പാറ്റേണിൽ ഞാനിത് ചെറിയ ക്ലയൻസുകളൊക്കെ ഞാൻ സെൽഫായിട്ട് എടുത്ത് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. ഓക്കെ. അതാണ് നമ്മുടെ ഒരു മാർക്കറ്ററിലേക്കുള്ള ഒരു എൻട്രി അല്ലെ. സോഷ്യൽ മീഡിയ വഴിയാണ്, സോഷ്യൽ മീഡിയയിലേക്കാണ് എത്തിച്ചേർന്നത്. അതിലേക്ക് വേണ്ട ഒരു റൂട്ട് കാണിച്ചു തന്നത് ഇതേപോലെ തന്നെയുള്ള ടെലികോം കമ്പനികളാണ് അല്ലെ. ടെലികോം കമ്പനികളും അവരുടെ കിടമത്സരവും അതിലൂടെ ഉണ്ടാക്കിയിരുന്ന ഡാറ്റ വിപ്ലവവും, ആ ഡാറ്റ വിപ്ലവത്തിൽ തന്നെ തിരിച്ച് നമ്മളുടെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇപ്പോ ഏർലിയർ സ്റ്റോറി. ഞാൻ മനസ്സിലാക്കുന്ന ജിയോ വന്നത് എന്റെ ലൈഫിൽ എന്റെ ബിസിനസ്സിനെ ആ ഒരു ബിസിനസ് ലൈഫ് എന്നുള്ളത് ഞാൻ 100% സീറോയിലേക്ക് വന്നു. കംപ്ലീറ്റ്ലി സീറോ എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഞാനൊരു ജോബ് എന്നുള്ള രീതി ഫ്രീലാൻസ് ആയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് എന്റെ ബിസിനസ് സ്കെയിലായിട്ട് പോകുന്നതിന്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ അന്ന് സംഭവിച്ച ആ ഒരു ഇൻസിഡന്റ് തന്നെയാണ്. അന്ന് ജിയോ വന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇന്ന് കാണുന്ന ഈ ഹോൾ റെവല്യൂഷൻ. അതിനെ ശരിക്ക് പറഞ്ഞാല് അതിനെ കാറ്റർ ചെയ്തത് കോവിഡും കൂടെ വന്നോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ആളുകൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലിലേക്ക് മാറി എന്നുള്ളതാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഡിജിറ്റൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറി. അതും കൂടെ വന്നതിന് ശേഷമാണ് ബിസിനസ് എന്നുള്ള തോട്ടിലേക്ക്. അതുവരെ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത്. കോവിഡിന് ശേഷമാണ് ഞാൻ ബിസിനസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്.
അത്യാവശ്യം നല്ല ക്ലയൻസ് ബേസും കാര്യങ്ങളും വന്നു. അവരിലേക്ക് കുറെ ഇപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് ക്ലയൻസുകൾ എടുക്കുന്നില്ല. നമുക്ക് മാർക്കറ്റിംഗ് ചിലര് വിചാരിക്കുന്ന മാർക്കറ്റിംഗ് അതല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത് അതർ മാർക്കറ്റിംഗ് മെത്തേഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പാണെന്നാണ് വിചാരിക്കുന്നത്. ഇത് ചീപ്പല്ല. ഇത് ഇൻവെസ്റ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. കുറഞ്ഞ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ആരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നിട്ട് കാര്യമില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടും കാര്യമില്ല. അതിന് എന്താണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ പല ക്ലയൻസിലും മന്ത്ലി 5 to 10 lakhs ഒക്കെ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻസുകൾ നമുക്കുണ്ട്. അത്രയും റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് 100% ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചൊരു വിഷണറി ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ചിലരുടെ സൈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞത് ചെറുതായിരിക്കും. ആ സൈസിനനുസരിച്ച് മേ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് പറ്റുന്ന ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗ്രോത്ത് ആഗ്രഹിച്ച് കുറച്ചൊരു വിഷണറി ആയിട്ടുള്ള എങ്ങനെയാണ് ഇപ്പൊ ഒരു ക്ലയന്റിന് ഇപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ അവരുടെ മാർക്കറ്റിംഗിൽ ഏത് രീതിയിൽ അതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് അവർ ഡീൽ ചെയ്യുന്നത്? അത് ഡിപ്പെൻസ് ആണ്. അത് ഓരോ സ്ഥാപനങ്ങൾക്കനുസരിച്ചും സ്ട്രാറ്റജികൾ മാറും. എല്ലാവർക്കും ഒരുപോലെയല്ല. അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഏത് പ്രൊഡക്റ്റോ ഏത് സർവീസോ ആവട്ടെ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവും. എല്ലാവരും എന്തല്ല കസ്റ്റമറോ അല്ല. മിക്ക ബിസിനസ് ഓണേഴ്സിനും എന്തറിയില്ല, ആരാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് നിൽക്കുക. അത് കണ്ടെത്താൻ എന്താണ് മാർഗം? അത് കണ്ടെത്താൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പ്രൊഡക്റ്റോ സർവീസ് എന്ത് പെയിനിനാണ് സൊല്യൂഷൻ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ആ പെയിനുള്ള ആളുകൾ ഇപ്പൊ ഒരു ക്ലയന്റിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യണമെങ്കിൽ ഒന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ് വരിക? ഒരു റിയൽ ടൈം ഷബീബിന്റെ ഒരു ക്ലയന്റിനെ പറയൂ. ഫോർ എക്സാമ്പിൾ